ഹലോ കൂട്ടുകാരെ, എൻ്റെ പേര് പരമേശ്വരൻ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് +1 ഫിസിക്സിലെ 7ാമത്തെ ചാപ്റ്ററായ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ 6ാമത്തെ സെഷനാണ്. അപ്പോൾ ഈ ചാപ്റ്ററിലെ ആദ്യത്തെ 2 സെഷനിൽ നമ്മൾ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റിനെ കുറിച്ചായിരുന്നു നോക്കിയത്. ഒരു വസ്തുവിൻ്റെ ടോട്ടൽ മാസ് ആക്ട് ചെയ്യുന്ന പോയിന്റ്, ആ സെൻറ്റർ ഓഫ് മാസിനെ കുറിച്ച് നോക്കി. അതിനുശേഷം 3ാമത്തെ സെഷനിൽ നമ്മൾ ടോർക്കിനെ കുറിച്ച്, റൊട്ടേഷണൽ മോഷനിൽ ലിനിയർ മോഷൻ്റെ ഫോഴ്സിൻ്റെ ഇക്വലൻ്റ് ആയ ടോർക്ക്, അതായത് അവിടെ നമ്മൾ പുഷ് ഓർ പുൾ, പിടിച്ച് വലിക്കുന്നു, തള്ളി നീക്കുന്നു, അതിനാണ് ഫോഴ്സ് എന്ന് പറഞ്ഞത്. ഇവിടെ നമ്മൾ സാധനങ്ങളെ പിടിച്ച് കറക്കുന്നു, ടോർക്ക്, അതിനെക്കുറിച്ച് നോക്കിയായിരുന്നു. അതിനുശേഷം 4ാമത്തെ സെഷനിൽ നമ്മൾ ആംഗുലാർ മൊമെൻറ്റത്തിനെ കുറിച്ച് നോക്കിയായിരുന്നു. ലീനിയർ മോഷനിലെ മൊമെൻറ്റത്തിൻ്റെ അനലോഗസായി വരുന്ന ആംഗുലാർ മൊമെൻറ്റം എന്നുള്ള കൺസെപ്റ്റിനെ കുറിച്ച് നോക്കിയായിരുന്നു. 5ാമത്തെ സെഷനിൽ നമ്മൾ ഇക്വിലിബ്രിയത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് കപ്പിൾ, ഫൾക്രം, ആ കൺസെപ്റ്റ്സ് ഒക്കെ ആയിരുന്നു നമ്മൾ പറഞ്ഞത്. അപ്പോൾ ബാക്കിയുള്ള സെഷനൊന്നും കണ്ടില്ല എന്നുണ്ടെങ്കിലും ഈ 5ാമത്തെ സെഷൻ കാണുന്നത് ഇന്നത്തെ സെഷൻ കാണാൻ വേണ്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. കാരണം അതിലുള്ള കൺസെപ്റ്റ്സ്, പ്രത്യേകിച്ച് ആ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. എന്താ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വസ്തുവിൽ ടോട്ടൽ ഫോഴ്സും 0 ആവുന്നു, ടോട്ടൽ ടോർക്കും 0 ആവുന്നു. അപ്പോൾ അത് സന്തുലിതാവസ്ഥയിലായിരിക്കും, അതിന് അനക്കമൊന്നും സംഭവിക്കത്തില്ല. ആ അവസ്ഥയെ കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് വരിക. അത് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ കാർഡ്സിൽ പോയാൽ മതി, അവയുടെ ലിങ്ക് കിട്ടുന്നതായിരിക്കും. അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഈ എല്ലാ സെഷൻ്റെയും ലിങ്ക് ഞാൻ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ ആദ്യം സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞ കൺസെപ്റ്റിനെ കുറിച്ചായിരിക്കും പഠിക്കുന്നത്. അതിനുശേഷം നമ്മൾ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യനെ കുറിച്ചായിരിക്കും പഠിക്കുന്നത്. അപ്പോൾ സെഷൻ തുടങ്ങുന്ന മുന്നേ ഞാൻ റിക്വസ്റ്റ് ചെയ്തോളട്ടെ, ഫിസിക്സ് പഠിക്കുമ്പോൾ എല്ലാവരും മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ താല്പര്യത്തോടെ ഈ സബ്ജക്റ്റ് പഠിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ആണല്ലോ പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു ബോറായിരിക്കും അത് പഠിക്കുന്നത്. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ബേസിക്സ് നന്നായിട്ട് മനസ്സിലാവും. ബേസിക്സ് നന്നായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് പരീക്ഷയ്ക്കും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ വളരെ എളുപ്പമായിട്ട് പറഞ്ഞുതരാൻ ശ്രമിക്കാം. പക്ഷേ എന്ത് സംശയം ഉണ്ടെങ്കിലും അത് ദയവേത് കമൻസിൽ എഴുതുക. ഞാൻ കമൻസ് വായിച്ചിട്ട് ഉത്തരം തരാൻ ശ്രമിക്കാം. അതേപോലെ നോട്ട്സ് വേണം എന്നുള്ള കുട്ടികൾ, ഞാൻ പഠിപ്പിക്കുമ്പോൾ ഇടയ്ക്ക് ഞാൻ പറയാം, ആ സമയത്ത് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഈ ബോർഡിലുള്ള കാര്യങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നോട്ട്സ് ആയിട്ട് വെക്കുകയോ അല്ലെങ്കിൽ എഴുതിയെടുക്കുകയോ ചെയ്യുക. അതാണ് ബെസ്റ്റ് മെത്തേഡ് നോട്ട്സ് കിട്ടാൻ വേണ്ടി. അപ്പോൾ നമുക്ക് സെഷനിലോട്ട് പോകാം. ഇന്ന് നമ്മൾ ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞ പോലെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിനെ കുറിച്ചായിരിക്കും ആദ്യം പറയുന്നത്. എന്താണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി? ആദ്യത്തെ 2 സെഷനിൽ നമ്മൾ സെൻറ്റർ ഓഫ് മാസിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. ഒരു വസ്തുവിൽ എവിടെയാണോ മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ആ പോയിന്റിനാണ് നമ്മൾ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഞാൻ ഈ പേന പറയുവാണ്, ഈ പേനയിൽ പേനയുടെ അടപ്പുണ്ട്, ഈ നിബുണ്ട്, ഈ ബോഡി ഉണ്ട്, അകത്ത് റീഫിലുണ്ട്. അപ്പോൾ ഇതെല്ലാം ചേർന്നുണ്ടായ ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ ആണ് ഈ പേന എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എനിക്ക് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഓരോ വസ്തുവിൻ്റെ മാസ് എനിക്ക് വേണം M1, M2, M3 എക്സെട്ര അപ് ടു Mn എന്ന് വിചാരിക്കാം. എന്നിട്ട് ആ ഓരോ വസ്തുവും നിൽക്കുന്ന പൊസിഷൻ വെക്ടർ വേണം R1, R2, R3 എക്സെട്ര അപ് ടു Rn എടുക്കുക. എന്നിട്ട് സിഗ്മ ആ M ഇൻറ്റു R ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് കിട്ടുന്നതായിരിക്കും. ആ പോയിന്റിൽ നിന്നായിരിക്കും, അത് ഏതെങ്കിലും ഒരു പോയിന്റ് ഇവിടെ നിന്നാണെന്ന് വിചാരിക്കുക, ആ പോയിന്റിൽ നിന്നായിരിക്കും ഇതിൻ്റെ മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയായിരുന്നു. പ്രത്യേകിച്ച് ഈ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് ഒറിജിനായി കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിഗ്മ MR = 0 എന്ന് എഴുതാം എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ഇത് മനസ്സിലാവണം എന്നുള്ളവർ ഒരിക്കൽ കൂടി സെഷൻ നമ്പർ 1 or 2 കാണുക. അപ്പോൾ എന്താണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി? ശ്രദ്ധിക്കുക, ഡിഫൈൻഡ് ആസ് ദ പോയിന്റ് അറ്റ് വിച്ച് ദ ടോട്ടൽ ഗ്രാവിറ്റേഷണൽ ടോർക്ക് ഈസ് 0. ടോട്ടൽ ഗ്രാവിറ്റേഷണൽ ടോർക്ക് 0 ആവുന്ന പോയിന്റ് ആണ്. എന്താണെന്ന് നമുക്ക് നോക്കാം. ദിസ് ഈസ് ദ പോയിന്റ് ഓൺ വിച്ച് ദ ബോഡി ക്യാൻ ബി ബാലൻസ്ഡ് വിത്ത് എ സിംഗിൾ വെർട്ടിക്കൽ സപ്പോർട്ട്. കൊച്ചു ക്ലാസ്സുകളിൽ നിങ്ങൾ പലപ്പോഴും ഈ സ്കെയിൽ എടുത്ത് വെച്ചിട്ട് നിങ്ങൾ പരീക്ഷിച്ച് നോക്കാറുണ്ട്. അതിനെ ഒരു പോയിന്റ് വെച്ച് ബാലൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 2 വിരലും ഇങ്ങനെ നീക്കി കൊണ്ടുവന്നാൽ മതി. അത് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ വെച്ച് അതിന് ബാലൻസ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ് ഈ ബാലൻസ് ചെയ്യാൻ പറ്റുന്നത്? ഈ ബാലൻസ് ആവുന്നതിൻ്റെ റീസൺ തന്നെ ഇതിലുള്ള ടോട്ടൽ ടോർക്ക് 0 ആവുന്നതുകൊണ്ടാണ്. അതായത് ഈ ഞാൻ പിടിച്ചേക്കുന്ന പോയിന്റിന് ഇപ്പുറത്ത് കുറച്ചുണ്ട്, ഇപ്പുറത്ത് കുറച്ചുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് മാസ് ഉണ്ട്, ഇതിൽ കുറച്ച് മാസ് ഉണ്ട്. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പുറത്തുള്ള മാസ് താഴോട്ട് ടോർക്ക് ഉണ്ടാക്കും, അത് താഴോട്ടാണല്ലോ ആക്ട് ചെയ്യുന്നത്. അതേപോലെ ഇപ്പുറത്തുള്ള മാസ് താഴോട്ട് ടോർക്ക് ഉണ്ടാക്കും. ആ 2 ടോർക്കും കൂടെ ക്യാൻസൽ ചെയ്ത് ആ പോയിന്റിൽ ടോട്ടൽ ടോർക്ക് 0 ആവുമ്പോൾ എനിക്ക് ഈ വസ്തു ഇക്വിലിബ്രിയത്തിലാവുന്നു, അതിൽ എനിക്ക് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു. ഓക്കെ, അങ്ങനെ ഒരു വസ്തുവിൽ ഏത് പോയിന്റിലാണോ ടോട്ടൽ ഗ്രാവിറ്റേഷണൽ ടോർക്ക് 0 ആവുന്നു ആ പോയിന്റിനെ നമ്മൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് വിളിക്കും. ആ പോയിന്റിൽ വെച്ചായിരിക്കും, ദിസ് ഇസ് എ പോയിന്റ് ഓൺ വിച്ച് ദ ബോഡി ക്യാൻ ബി ബാലൻസ്ഡ് അറ്റ് എ സിംഗിൾ വെർട്ടിക്കൽ സപ്പോർട്ട്. ഒരു ഒറ്റ പോയിന്റ് വെച്ച് എനിക്ക് ബാലൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പോയിന്റിൽ വെച്ച് എനിക്ക് ആ വസ്തുവിനെ ബാലൻസ് ചെയ്യാൻ പറ്റും. എങ്ങനെയായിരിക്കും നമുക്ക് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഇതാണ് വസ്തു എന്ന് വിചാരിക്കുക. ഈ പേനയെ തന്നെ ഞാൻ വരച്ചേക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തുവിനെ ഞാൻ വരച്ചേക്കുവാണ്. അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഞാൻ അതിനെ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ വെച്ച് ഞാൻ സപ്പോർട്ട് ചെയ്ത് നിർത്തി എന്ന് വിചാരിക്കാം. ഓക്കെ, ഈ ടോട്ടൽ മാസ് M ആണെന്ന് വിചാരിക്കുക. അതിനാണെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ കുറച്ച് മാസ് ഉണ്ട്, അത് M1 ആണെന്ന് വിചാരിക്കുക. ഇത്രയും ഇങ്ങോട്ടുള്ള വസ്തുവിൻ്റെ മാസ്, ഈ വസ്തുവിൻ്റെ പകുതി ഇങ്ങോട്ടാണല്ലോ, അതിൻ്റെ മാസ് M1 ആണെന്ന് കരുതുക. ഇങ്ങോട്ടുള്ള പകുതിയുടെ മാസ് M2 ആണെന്ന് കരുതുക.
ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു സെൻറ്റർ ഓഫ് മാസ് ആണെങ്കിൽ ഒരു പോയിന്റിൽ നിന്നായിരിക്കും ആക്ട് ചെയ്യുന്നത്. ആ പോയിന്റ് ഞാൻ ഇപ്പുറത്ത് പറയണം, M2 എന്ന് പറഞ്ഞത് ഈ B എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, M2 താഴോട്ട് ആക്ട് ചെയ്യുന്നു, അപ്പോൾ അത് കാരണമുള്ള ഫോഴ്സ് M2G ആയിരിക്കും. അപ്പോൾ Bയിൽ നിന്നും M2G ഇങ്ങോട്ട് താഴോട്ട് ആക്ട് ചെയ്യുന്നു. അതേപോലെ ഇപ്പുറത്തെ സൈഡിൽ ലൈക്ക് A എന്ന് പറഞ്ഞൊരു പോയിന്റ് ഞാൻ പറയുവാണ്, ആ Aയിൽ നിന്നും ഇത് താഴോട്ട് M1G ആക്ട് ചെയ്യുവാണ്. ഇത്രയും ഓർക്കാം. ഇനി ഈ സപ്പോർട്ട് ചെയ്ത പോയിന്റിൽ നിന്നും ഈ A വരെയുള്ള ഡിസ്റ്റൻസിനെ ഞാൻ R1 എന്ന് പറയുവാണ്. അതേപോലെ സപ്പോർട്ട് ചെയ്ത പോയിന്റിൽ നിന്നും B വരെയുള്ള ഡിസ്റ്റൻസിനെ ഞാൻ R2 എന്ന് പറയുവാണ്. നമുക്കറിയാം ഏത് പോയിന്റിലാണോ സപ്പോർട്ട് ചെയ്തത് അവിടെ ടോട്ടൽ ടോർക്ക് 0 ആയിരിക്കും. അപ്പോൾ സിഗ്മ ടോ ഇസ് ഈക്വൽ ടു 0, ടോട്ടൽ ടോർക്ക് ഇസ് 0 എന്ന് എനിക്ക് പറയാം. ടോട്ടൽ ടോർക്ക് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ രണ്ട് ഫോഴ്സസ് ആണുള്ളത്. ഫോഴ്സസ് എന്തൊക്കെ ഫോഴ്സ് ഉണ്ടോ അതിനുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ എനിക്ക് ടോർക്ക് കണ്ടുപിടിക്കണം. എങ്ങനെയാണ് ഇവിടെ ടോർക്ക് കണ്ടുപിടിക്കുക? ആദ്യം ഞാൻ ബിയിൽ ഉള്ള പോയിന്റ് കാരണമുള്ള ഫോഴ്സ് ഞാൻ ടോർക്ക് വരയ്ക്കാൻ പോവാണ്. അപ്പോൾ ബിയിൽ താഴോട്ടാണ്. അപ്പോൾ ഈ ഫോഴ്സും ഈ R2 തമ്മിൽ പെർപെൻഡിക്കുലർ തന്നെയാണ്. അപ്പോൾ എനിക്ക് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് പറയുന്നത് ഈ പോയിന്റിൽ നിന്നും പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് പറയുന്നത് R2 തന്നെയാണ്. അപ്പോൾ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? അത് കാരണം ഉണ്ടാകുന്ന ടോർക്ക് എന്ന് പറയുന്നത് M2G ഇൻറ്റു R2 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, ഈ വസ്തു ഇങ്ങനെ ഇരിക്കുവാണ്. ഈ ഫോഴ്സ് എന്ന് പറയുന്നത് ബി എന്ന ഫോഴ്സ് പറഞ്ഞ പോയിന്റിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് ഇതിനെ താഴോട്ട് പിടിച്ച് വലിക്കുവാണ്. അപ്പോൾ അത് ഇങ്ങനെയാണ് അത് കറക്കാൻ ശ്രമിക്കുന്നത്. അതായത് അതിൻ്റെ ടോർക്ക് ഇങ്ങോട്ടാണ് വരുന്നത്, മൊമെന്റ് ഇങ്ങോട്ടാണ് വരുന്നത്. മൊമെന്റ് അല്ലെങ്കിൽ ടോർക്ക് രണ്ടും ഒന്ന് തന്നെയാണ്. ഇനി ഇപ്പുറത്തുള്ള ബാക്കിയുള്ള ബോഡി ഇപ്പുറത്ത് നിൽക്കുവാണ്, അതിൽ M1G വരുവാണ്, അത് ഇങ്ങോട്ടാണ് വരുന്നത്. അപ്പോൾ ഇങ്ങോട്ടാണ് അവിടെയുള്ള ഫോഴ്സ് വരുന്നത്. അപ്പോൾ ഇത് ക്ലോക്ക് വൈസ് ആയിരുന്നു, ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. രണ്ടും ഓപ്പോസിറ്റ് ആണ്. ഒന്ന് പോസിറ്റീവ് എടുത്തു കഴിഞ്ഞാൽ മറ്റൊന്ന് നെഗറ്റീവ് എടുക്കണം. ഇവിടെ M2G R2 എന്നുള്ളത് ഞാൻ പോസിറ്റീവായിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ എനിക്ക് M1G R1 ആ ടോർക്ക് എന്ന് പറയുന്നത് എനിക്ക് നെഗറ്റീവായിട്ട് എടുക്കണം. അപ്പോൾ മൈനസ് M1G R1 ഇസ് ഈക്വൽ ടു 0 എന്ന് എനിക്ക് എഴുതാം. അവിടെ ഉള്ള ടോട്ടൽ ടോർക്ക് 0 ആണ്. അതാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക, ഈ G ഒരു കോൺസ്റ്റന്റ് ആണ്, 9.8 ആണ് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇത് കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് സിഗ്മ MR ഇസ് ഈക്വൽ ടു 0 എന്ന് എനിക്ക് എഴുതാം. എപ്പോഴാ G ഒരു കോൺസ്റ്റന്റ് ആകുമ്പോൾ? എപ്പോഴും നമ്മൾ ഓർക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ G എന്ന് പറയുന്നത് നമ്മൾ 9.8 എന്ന് നമ്മൾ പഠിക്കുമല്ലോ. ഈ 9.8 ഒരു കോൺസ്റ്റന്റ് ആവണം എന്നില്ല. പല സ്ഥലത്തും ലോകത്ത് G എന്ന് പറയുന്നത് 9.9 ആവാം, ചില സ്ഥലത്ത് 9.7 ആവാം. ചെറിയ ചെറിയ വേരിയേഷൻസ് ഈ ജിയിൽ ഉണ്ടാവാം. പക്ഷേ ഒരു കുഞ്ഞു വസ്തുവാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെന്ന് വിചാരിക്കുക, ഈ പേനയാണെന്ന് വിചാരിക്കുക, അതിന് G ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഒരു പാറക്കല്ലാണെന്ന് വിചാരിക്കുക, ആ പാറക്കല്ലിന് G ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ കുഞ്ഞു വസ്തുക്കൾ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ കുഞ്ഞു വസ്തുക്കളിൽ ഗ്രാവിറ്റി ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഒരു 9.8 ആണെന്ന് വിചാരിക്കുക, അത്ര തന്നെ ആയിരിക്കും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എനിക്ക് സിഗ്മ MR ഇസ് ഈക്വൽ ടു 0 എന്നുള്ള പോയിന്റ് ആയിരിക്കും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. സെൻറ്റർ ഓഫ് മാസിന് നമ്മൾ സിഗ്മ MR ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക, ദസ് ഇഫ് ഗ്രാവിറ്റി ഈസ് എ കോൺസ്റ്റന്റ് ദ ഇക്വേഷൻ ബിക്കംസ് സിഗ്മ MR ഇസ് ഈക്വൽ ടു 0 വിച്ച് മീൻസ് ദാറ്റ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആൻഡ് സെൻറ്റർ ഓഫ് മാസ് ആർ ദ സെയിം. ഇതുപോലത്തെ അവസ്ഥയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, കുഞ്ഞു വസ്തുക്കൾക്ക് ഗ്രാവിറ്റി ഒരു കോൺസ്റ്റന്റ് ആണ്. അങ്ങനെ കോൺസ്റ്റന്റ് ആയിക്കഴിഞ്ഞാൽ അവിടെ ഉള്ള സെൻറ്റർ ഓഫ് മാസും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും ഒരൊറ്റ പോയിന്റ് ആയിരിക്കും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഞാൻ ബാലൻസ് ചെയ്തല്ലോ, ആ പോയിന്റ് തന്നെയായിരിക്കും ഈ വസ്തുവിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും സെൻറ്റർ ഓഫ് മാസും. പക്ഷേ വലിയ വസ്തുക്കൾ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു പാലം പണിയുവാണ്. ഓക്കെ, ആ പാലം പണിഞ്ഞു കഴിഞ്ഞാൽ പാലത്തിൽ എല്ലാ സ്ഥലത്തും ഗ്രാവിറ്റി കോൺസ്റ്റന്റ് ആവണം എന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല സ്ഥലത്ത് പല ഗ്രാവിറ്റി ആവുന്ന കേസസ് വരാം. അങ്ങനെ ആണെങ്കിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും സെൻറ്റർ ഓഫ് മാസും സെയിം അല്ല. അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഓർക്കേണ്ടത്, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും സെൻറ്റർ ഓഫ് മാസും സെയിം ആണെങ്കിൽ എനിക്ക് ആ വസ്തു വരച്ചിട്ട് പറയാം ആ പോയിന്റിൽ നിന്നായിരിക്കും മാസ് ആക്ട് ചെയ്യുന്നത് ആൻഡ് MG വെയിറ്റും ആക്ട് ചെയ്യുന്നത്. പക്ഷേ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും സെൻറ്റർ ഓഫ് മാസും സെയിം അല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു വസ്തു ഞാൻ ചുമ്മാ വരയ്ക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ സെൻറ്റർ ഓഫ് മാസിൽ ആ M കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കും, മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കും. ഇത് സെൻറ്റർ ഓഫ് മാസ്. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്നായിരിക്കും അതിൻ്റെ വെയിറ്റ് ആക്ട് ചെയ്യുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. A 3 meter long ladder weighing 20 kg leans on a frictionless wall. ഇവിടെ കാണിച്ചിട്ടുണ്ട് PQ ആണ്, ഒരു കോണിയാണ്. അപ്പോൾ അതിനെ എടുത്ത് നമ്മൾ മതിലിൽ ചാരി വെച്ചേക്കുവാണ്. മതിലിന് ഫ്രിക്ഷൻ ഒന്നുമില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതിന് വെയിറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ M തന്നിട്ടുണ്ട്, 20 kg ആണ്. 20 kg എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ വെയിറ്റ് പറയാം. മാസ് തന്നിട്ടുണ്ടെങ്കിൽ വെയിറ്റ് കണ്ടുപിടിക്കാൻ MG ചെയ്താൽ മതി. അപ്പോൾ MG എന്ന് പറയുന്നത് 20 × 9.8 അല്ലെങ്കിൽ 20 × 10 ചെയ്താൽ മതി, 200 ന്യൂട്ടൺ ആയിരിക്കും. ഓക്കെ, 3 meter ലോങ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. PQ 3 meter ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ക്വസ്റ്റ്യൻ. ഇറ്റ്സ് ഫീറ്റ് റെസ്റ്റ് 1 meter ഫ്രം ദ വാൾ ആസ് ഷോൺ. PR തന്നിട്ടുണ്ട്, 1 meter ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ റിയാക്ഷൻ ഫോഴ്സസ്
എന്തൊക്കെ ഫോഴ്സസ് ആണ് ഇതിൽ ഉണ്ടാകാൻ പോകുന്നത് ശ്രദ്ധിക്കുക. ആദ്യം ഈ പി എന്ന് പറഞ്ഞ പോയിന്റിൽ ഇത് കുത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നും ഈ ഭൂമി ഇതിലോട്ടൊരു ഫോഴ്സ് തരും, ഇങ്ങനെ ഒരു ഫോഴ്സ് തരുന്നതായിരിക്കും. അതിനെനിക്ക് 2 കമ്പോണൻ്റായി എടുക്കാം. ഇതിന് ഞാൻ F2 എന്ന് പറയുവാണെന്ന് വിചാരിക്കാം. ആ F2വിനെ എനിക്ക് ഒരു നേരെ വൈ ആക്സസിൽ അല്ലെങ്കിൽ വെർട്ടിക്കലായുള്ള ഒരു കമ്പോണൻറ്റ്, നോർമൽ കമ്പോണൻറ്റ് എനിക്ക് എടുക്കാം. അതേപോലെ ഹൊറിസോണ്ടലായ ഒരു കമ്പോണൻറ്റ്, ഇതിന് ഞാൻ എഫ് എന്ന് പറയുവാണ്. ഓക്കെ, ഹൊറിസോണ്ടൽ ആയിട്ടുള്ള കമ്പോണൻറ്റ്. അങ്ങനെ 2 കമ്പോണൻ്റ് ആയിട്ട് എനിക്ക് എടുക്കാം. അതേപോലെ ഇവിടെ ഈ മതിൽ ഞാനിങ്ങനെ ചാരി വെക്കുന്നു. അപ്പോൾ മതിലിലോട്ട് ഒരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ന്യൂട്ടൺസ് തേർഡ് ലോ പ്രകാരം മതിൽ എനിക്ക് തിരിച്ചൊരു ഫോഴ്സ് തരും. അത് ഹൊറിസോണ്ടൽ ആയിട്ടായിരിക്കും തരുന്നത്, ഇങ്ങനെ ആയിരിക്കും തരുന്നത് അല്ലേ. അപ്പോൾ ഇത് F1 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഈ F2ഉം F1ഉം ആണ് എനിക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ശ്രദ്ധിക്കുക. ഈ ലാഡർ ഒരു ഇക്വിലിബ്രിയത്തിലാണ്. എന്താണ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തുലിതാവസ്ഥയാണ്. സന്തുലിതാവസ്ഥയിൽ ഇരിക്കുമ്പോൾ ആ ബോഡിയിലുള്ള ടോട്ടൽ ഫോഴ്സസ് 0 ആയിരിക്കും. എന്തൊക്കെയാണ് ഫോഴ്സ് ഇവിടെ ഉള്ളത്? F2 ഉണ്ട്. F2വിനെ ഞാൻ 2 കമ്പോണൻ്റ് ആക്കി, N ആക്കി, F ആക്കി. F1 ഉണ്ട്. ഇതും കൂടാണ്ട് ഇതിനൊരു കാര്യം കൂടെ ഉണ്ട്, ഇതിൻ്റെ വെയിറ്റ് ഉണ്ട്. അത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഈ പോയിന്റ് G ആണെന്ന് വിചാരിക്കാം. ആ ജിയിൽ നിന്നും ഇതിൻ്റെ വെയിറ്റ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 3 ഫോഴ്സസിൻ്റെ കമ്പോണൻസ് എടുത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം 0 ആയിരിക്കണം. അതേപോലെ ഇതിൻ്റെ ടോർക്കും ഏതെങ്കിലും ഒരു പോയിന്റ് വെച്ചിട്ട് ടോർക്ക് എടുത്തു കഴിഞ്ഞാൽ ടോർക്കും 0 ആയിരിക്കണം. അങ്ങനെ ആയാൽ മാത്രമേ ഈ വസ്തു ഇക്വിലിബ്രിയത്തിലാവത്തുള്ളൂ. അങ്ങനെ ആണെങ്കിൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ മാത്രമേ അത് അനങ്ങാണ്ടിരിക്കത്തുള്ളൂ. ഇക്വിലിബ്രിയത്തിൽ അല്ലെങ്കിൽ ഇതിങ്ങനെ ചരിച്ച് വെച്ചിരിക്കുന്നത് ചരിഞ്ഞ് വീഴും. ഓക്കെ, അപ്പോൾ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ഇങ്ങനെ ചരിഞ്ഞ് നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ അത് ഇക്വിലിബ്രിയത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഫോഴ്സും ടോട്ടൽ ടോർക്കും 0 ആണ്. അപ്പോൾ ഫോഴ്സിനെ എല്ലാം ഇക്വേറ്റ് ചെയ്യുക, കമ്പോണൻ്റ് എടുത്തിട്ട് അതായത് കമ്പോണൻറ്റിൽ ഇക്വേറ്റ് ചെയ്യുക. അതിനുശേഷം ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്തിട്ട് ടോർക്ക് എടുത്തിട്ട് ആ ടോർക്കിനെ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഒന്ന് വീഡിയോ പോസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഓൾറൈറ്റ്, നിങ്ങൾ ചെയ്തു എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാനൊന്ന് ചെയ്ത് കാണിച്ചു തരാം. കിട്ടാത്ത കുട്ടികൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം. ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഫോഴ്സിനെ ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ ടോട്ടൽ ഫോഴ്സസ് ഇൻ എക്സ് ഡയറക്ഷൻ ഞാൻ പറയുവാണ്. ആദ്യം ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ഞാൻ പറയുവാണ്. ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള ഫോഴ്സസ് 0 ആണ് എന്ന് ഞാൻ പറയുവാണ്. അങ്ങനെയാണെങ്കിൽ ഹൊറിസോണ്ടൽ ഇവിടെ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ എഫിനെ ഞാൻ 2 പറഞ്ഞു. വെർട്ടിക്കലിൽ N ഉണ്ട്, ഹൊറിസോണ്ടലിൽ F ഉണ്ട്. ഓക്കെ, അപ്പോൾ F ഉണ്ട്. എഫ് അത് അങ്ങോട്ടാണ്, റൈറ്റ് സൈഡിലോട്ടാണ്. ഞാൻ നോക്കുമ്പോൾ എൻ്റെ റൈറ്റ് സൈഡിലോട്ടാണ് വരുന്നത്. F1 ഉണ്ട്, അത് ഇങ്ങോട്ടാണ്. അപ്പം -F1 = 0 എന്നെനിക്ക് എഴുതാം. അല്ലെങ്കിൽ ഇതിനിപ്പുറത്ത് കൊണ്ടുപോയാൽ F = F1, അത് ഒന്നായി. ഇനി രണ്ടാമത് എനിക്ക് എന്ത് പറയാം? നോർമൽ റിയാക്ഷൻ N ഉണ്ട്, ഇവിടെ വെയിറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ N - W = 0 എന്ന് പറയാം. അതല്ലെങ്കിൽ N = W. N = W ആണ്. W എനിക്കറിയാം 200 ന്യൂട്ടൺ ആണ്. ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 200 ന്യൂട്ടൺ ആണ്. ഇത് എനിക്കറിയാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഫോഴ്സിനെ ഇക്വേറ്റ് ചെയ്തപ്പോൾ കിട്ടി. എക്സ് ആൻഡ് വൈ ഡയറക്ഷൻ രണ്ടിലും ഞാൻ പറയണം. അപ്പോൾ ഇവിടെ എക്സ് ആൻഡ് വൈ ഡയറക്ഷൻ ഞാൻ പറയുകയാണ്. ഓക്കെ, അപ്പോൾ അത് രണ്ടും ഇക്വേറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഇത്രയും കാര്യങ്ങൾ കിട്ടി. ഇനി ഞാൻ ടോർക്ക് എടുക്കുവാണ്. ടോർക്ക് എബൌട്ട് ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ച് ടോർക്ക് എടുക്കണം. എനിക്ക് ഇവിടെ പി എന്ന് പറഞ്ഞ പോയിന്റിൽ തന്നെ 2 ഫോഴ്സ് വരുവാണ്. ഏതെങ്കിലും ഒരു പോയിന്റിൽ ആ പോയിന്റിൽ തന്നെ ഫോഴ്സ് വരുവാണെന്നുണ്ടെങ്കിൽ ആ ഫോഴ്സ് കാരണം ആ പോയിന്റിൽ ടോർക്ക് ഒന്നും ഉണ്ടാകത്തില്ല. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുവാണെന്നുണ്ടെങ്കിൽ ഈ പേനയെ ഞാൻ ഇവിടെ പിടിപ്പിച്ചേക്കാണ്. ആ പിടിപ്പിച്ച സ്ഥലത്ത് ഞാൻ എന്തെങ്കിലും ഒരു ഫോഴ്സ് ഇട്ടിട്ട് തള്ളുകയോ വലിക്കുകയോ ചെയ്താൽ അവിടെ ടോർക്കൊന്നും ഉണ്ടാകത്തില്ല. പിടിപ്പിച്ച സ്ഥലത്ത് നിന്ന് കുറച്ച് ദൂരെ പോയാൽ മാത്രമേ എനിക്ക് ടോർക്ക് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ പി എന്ന് പറഞ്ഞ പോയിന്റിൽ വെച്ച് ഞാൻ ടോർക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ N കാരണവും F കാരണവും ഉള്ള ടോർക്ക് 0 ആയിരിക്കും. കാരണം അത് ആ പോയിന്റിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പോയിന്റ് വെച്ച് എനിക്ക് ടോർക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഫോഴ്സസ് മാത്രം നോക്കിയാൽ മതി. അതല്ല വേറെ ഏതെങ്കിലും പോയിന്റ് ഞാൻ എടുക്കുകയാണെങ്കിൽ G എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 3 ഫോഴ്സ് ആയി പോകും. N ഉണ്ട്, F ഉണ്ട്, F1 ഉണ്ട്. Qയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ F1 മാത്രമേ അവിടെ ആക്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ W ഉണ്ട്, N ഉണ്ട്, F ഉണ്ട്. പക്ഷേ Pയിൽ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് Wയും F1ഉം മാത്രം ചെയ്താൽ മതി. അതുകൊണ്ട് ഞാൻ ടോർക്ക് അബൌട്ട് P എടുക്കാൻ പോവാണ്. ടോർക്ക് അബൌട്ട് P നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ശ്രദ്ധിക്കുക, ആദ്യം W കാരണം ഇതിനൊരു ടോർക്ക് ഉണ്ടാവും. W ഇങ്ങനെ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ എനിക്ക് ടോർക്ക് എടുക്കണം അല്ലെങ്കിൽ മൊമെന്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ചെയ്യണം. ഈ ഫോഴ്സ് വെർട്ടിക്കലി ഇങ്ങനെ താഴെ ആക്ട് ചെയ്യുവാണ്. അപ്പോൾ അതിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ താഴെ ഭൂമിയിൽ പിടിപ്പിക്കുമ്പോൾ ഇത് 90 ഡിഗ്രിയാണ്.
ഓക്കെ, ഇത് 90 ഡിഗ്രി ആണെങ്കിൽ എനിക്കറിയാം ഈ പി ആർ എന്ന് പറഞ്ഞ 1 മീറ്റർ ആണ്. അപ്പോൾ ഇത് 0.5 മീറ്റർ ആയിരിക്കും. ലോജിക്കായിട്ട് തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിനെ എം എന്ന് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് പി എം 0.5 മീറ്റർ ആണെന്ന് പറയാൻ പറ്റും, ബാക്കി 0.5 മീറ്റർ ആയിരിക്കും. കാരണം ഈ ലാഡറിൻ്റെ സെൻറ്റർ പോയിന്റ് ആയിരിക്കും അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. അതൊരു യൂണിഫോം ബോഡിയാണ്. യൂണിഫോം ബോഡി ആകുമ്പോൾ, അതായത് ഈ പേന ഒരു യൂണിഫോം ആയിട്ടിരിക്കുന്ന പേനയാണെങ്കിൽ അതിൻ്റെ നടുക്ക് പോയിന്റിലായിരിക്കും. എന്തെങ്കിലും ഒരു സാധനം യൂണിഫോം ആയിട്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ നടുക്കായിരിക്കും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരുന്നത്. അത് വളരെ ലോജിക്കലാണ്, കാരണം രണ്ട് സൈഡിലും മാസ് ഈക്വൽ ആവും. അപ്പോൾ നടുക്കത്തെ പോയിന്റിലായിരിക്കും എനിക്ക് പിടിച്ച് ബാലൻസ് ചെയ്യാൻ എളുപ്പം. അതേപോലെ ഈ ലാഡറിൻ്റെ നടുക്കുള്ള പോയിന്റ്, സെൻറ്റർ പോയിന്റിലായിരിക്കും ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരുന്നത്. അതിനെ താഴെ പിടിപ്പിച്ച് മുട്ടിക്കഴിഞ്ഞാൽ ഈ പി ആറിൻ്റെ സെൻറ്ററിലായിരിക്കും അത് മുട്ടുന്നത്. അപ്പോൾ എനിക്ക് ഡബ്ല്യുവിൽ നിന്നും പിയിലോട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഡബ്ല്യു എന്ന ഫോഴ്സിന് പി എന്ന് പറഞ്ഞ പോയിന്റിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് പറയുന്നത് പി എം ആണ്. അത് 0.5 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് എഴുതാം? ആദ്യം ടോർക്ക്, ഡബ്ല്യുവിൻ്റെ ടോർക്ക് എഴുതാൻ ഡബ്ല്യു ഇൻറ്റു പി എം എന്നെനിക്ക് എഴുതാം. ഓക്കെ, അത് ദാ ഇങ്ങനെ ഇരിക്കുവാണ്. ഈ പി എന്ന് പറഞ്ഞ പോയിന്റ് അതിനെ ഇങ്ങോട്ട് കറക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ടോർക്ക് ഇങ്ങനെയാണ് വരുന്നത്, അതായത് ക്ലോക്ക് വൈസ് ആണ് വരുന്നത്. ഇനി രണ്ടാമത്തെ ഫോഴ്സ് എന്താ? പിയിൽ F1 എന്ന് പറഞ്ഞ ഫോഴ്സ് കാരണം ഒരു ടോർക്ക് ഉണ്ടാവും. ഞാൻ വലിച്ചു നീട്ടിക്കഴിഞ്ഞാൽ, റെഡിൽ വരച്ച് കാണിക്കുവാണ്, ഞാൻ വലിച്ചു നീട്ടുവാണ്. അങ്ങനെയാണെങ്കിൽ ഇതായിരിക്കും അതിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇത്രയും ആയിരിക്കും അതിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അതെന്താണ്? ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് പറഞ്ഞാൽ ഇത് തന്നെയാണ്, QR തന്നെയാണ്. അപ്പോൾ എനിക്ക് QR കണ്ടുപിടിക്കണം. ഇവിടെ ഞാൻ QR എഴുതാൻ പോവാണ്. QR ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്, PQR എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് QR കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ റൂട്ട് ഓഫ് PQ സ്ക്വയർ മൈനസ് PR സ്ക്വയർ ചെയ്താൽ മതി. അപ്പോൾ റൂട്ട് ഓഫ് 3 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ ചെയ്താൽ മതി. എന്ന് പറഞ്ഞാൽ റൂട്ട് 8 ആയിരിക്കും QR. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ F1ൻ്റെ ഫോഴ്സ്, ഇനി ശ്രദ്ധിക്കുക, F1 എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ്. ഇതിനെ ഇങ്ങോട്ടായിരിക്കും പിടിച്ച് കറക്കാൻ ശ്രമിക്കുന്നത്. അതായത് ഇതൊരു ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. ഈ W കാരണം ക്ലോക്ക് വൈസ് ആയിരുന്നെങ്കിൽ ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. അപ്പോൾ ഇത് പോസിറ്റീവ് എടുത്തു കഴിഞ്ഞാൽ മറ്റൊന്ന് നെഗറ്റീവ് ആയിരിക്കും. മൈനസ് F1 ഇൻറ്റു RQ, ഈ ദൂരം അത് തന്നെ ആയിരിക്കും. ദിസ് ഈസ് ഈക്വൽ ടു 0 എന്ന് എനിക്ക് എഴുതാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഓരോന്നായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. W 200 ആണെന്ന് നമ്മൾ പറഞ്ഞത് ഇവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 200 ഇൻറ്റു PM എന്ന് പറയുന്നത് 0.5 ആണെന്ന് ഞാൻ പറഞ്ഞു. ഇനി ഇതിനെ ഇക്വേഷൻ അപ്പുറത്ത് കൊണ്ടുപോയാൽ ഈസ് ഈക്വൽ ടു F1 ഇൻറ്റു RQ എന്നായി. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു F1 ഇൻറ്റു RQ. F1 എനിക്ക് അറിയത്തില്ല, ഇൻറ്റു RQ എന്ന് പറയുന്നത് ഇവിടെ കണ്ടുപിടിച്ചേ ഉള്ളൂ, റൂട്ട് ഓഫ് 8. ഓക്കെ, അങ്ങനെയാണെങ്കിൽ F1 കണ്ടുപിടിക്കാൻ ഈ റൂട്ട് 8 ഇപ്പുറത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 200 ഇൻറ്റു 0.5 എന്ന് പറഞ്ഞാൽ 100 ആണ്. അപ്പോൾ 100 ഡിവൈഡഡ് ബൈ റൂട്ട് 8 ആയിരിക്കും F1ൻ്റെ വാല്യൂ. ഒരു അൺനോൺ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ അൺനോൺ കിട്ടണമെന്ന് ശ്രദ്ധിക്കുക. ഇവിടെ F1 ഇസ് ഈക്വൽ ടു F എന്ന് പറഞ്ഞു. അപ്പോൾ ഇതെനിക്കറിയാം, F അറിയാം, അതേപോലെ N 200 ന്യൂട്ടൺ ആണെന്ന് ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ Fഉം Nഉം അറിയാമെങ്കിൽ എനിക്ക് F2 കണ്ടുപിടിക്കാം. F2 ആണല്ലോ രണ്ടാമത്തെ അൺനോൺ. അപ്പോൾ F2 കണ്ടുപിടിക്കാൻ എനിക്ക് എന്ത് എഴുതാൻ മതി? F2 ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് F1 സ്ക്വയർ പ്ലസ് N സ്ക്വയർ. ഇതെന്തുകൊണ്ടാണ് എന്നുള്ളത് നമ്മൾ വെക്ടേഴ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ കൂടി പൈതഗോറസ് തിയറം പോലെ തന്നെയാണ് ഇത്. രണ്ടും റൈറ്റ് ആംഗിളിൽ ആയതുകൊണ്ട് ആ റിസൾട്ടന്റ് വെക്ടർ കണ്ടുപിടിക്കാൻ എനിക്ക് F1 സ്ക്വയർ പ്ലസ് N സ്ക്വയർ ചെയ്താൽ മതി. എന്ന് പറഞ്ഞാൽ ഈ കിട്ടുന്ന F1 100 ഡിവൈഡ് ബൈ റൂട്ട് 8 ഹോൾ സ്ക്വയർ പ്ലസ് N എന്ന് പറയുന്നത് 200 സ്ക്വയർ. ആ റിസൾട്ട് ആയിരിക്കും F2 കിട്ടുന്നത്. അപ്പോൾ എപ്പോഴും ഓർക്കുക, സന്തുലിതാവസ്ഥ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ, ഇത് അനങ്ങുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവിടെ ഉള്ള എല്ലാ കമ്പോണൻ്റ് ആയിട്ട് ആദ്യം എടുക്കുക, കമ്പോണൻറ്റിലുള്ള ഫോഴ്സസ് എല്ലാം ഇക്വേറ്റ് ചെയ്യുക, അതേപോലെ ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്തിട്ട് അവിടെ ഉള്ള ടോർക്കിനെല്ലാം എടുത്തിട്ട് 0 ആയിട്ട് അതിനെ സമ്മേഷൻ ചെയ്ത് 0 ആയിട്ട് എടുത്താൽ മതി, എനിക്ക് കിട്ടുന്നതായിരിക്കും. നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോകാം. മൊമെന്റ് ഓഫ് ഇനർഷ്യ, ദി അനലോഗസ് ഓഫ് ഇനർഷ്യ ഇൻ റൊട്ടേഷണൽ മോഷൻ. നമ്മൾ എപ്പോഴും പറഞ്ഞായിരുന്നു, ഈ ക്ലാസ് തുടങ്ങുമ്പോഴും ഞാൻ പറഞ്ഞായിരുന്നു, എന്തൊക്കെയാണോ ലീനിയർ മോഷൻ ഉള്ളത് പ്രോപ്പർട്ടീസ്, ആ പ്രോപ്പർട്ടീസിനെല്ലാം ഇക്വലൻ്റ് ആയി അനലോഗസ് ആയി റൊട്ടേഷണൽ മോഷന് പ്രോപ്പർട്ടീസ് ഉണ്ട്. ആദ്യം നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് പറഞ്ഞു, ഇവിടെ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട്. വെലോസിറ്റി പറഞ്ഞു, ആംഗുലാർ വെലോസിറ്റി. ആക്സലറേഷൻ പറഞ്ഞു, ആംഗുലാർ ആക്സലറേഷൻ. ഇതെല്ലാം ആംഗിൾ വെച്ച് നമ്മൾ പറയുവാണ്. ഫോഴ്സ് പറഞ്ഞപ്പോൾ ഫോഴ്സ് തള്ളുന്നു, പുഷ് ചെയ്യുന്നു. ടോർക്ക് എന്ന് പറഞ്ഞാൽ കറക്കുന്നു. ഓക്കെ, മൊമെൻറ്റം നീങ്ങാനുള്ള ശക്തി, ലീനിയറായി നീങ്ങാനുള്ള ശക്തി. മറ്റത് ആംഗുലാർ മൊമെൻറ്റം, കറങ്ങാനുള്ള ശക്തി. അതേപോലെ ഇനർഷ്യയുടെ റൊട്ടേഷണൽ മോഷൻ്റെ ഇക്വലൻ്റ് ആണ് നമ്മൾ ഇവിടുത്തെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത്. മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് എ ഗിവൺ ആക്സിസ് ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രോപ്പർട്ടി ഡ്യൂ ടു വിച്ച് എ ബോഡി ഈസ് അനേബിൾ ടു ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ വിത്തൗട്ട് ആൻ എക്സ്റ്റേണൽ ടോർക്ക്.
നമ്മളവിടെ ചാപ്റ്റർ 5 ലോസ് ഓഫ് മോഷൻ നമ്മൾ എന്താ പഠിച്ചത്? ഫസ്റ്റ് ലോ ഓഫ് മോഷൻ എന്ന് പറയുന്നത് ഒരു വസ്തുവിൽ എക്സ്റ്റേണൽ ഫോഴ്സ്, ഒരു വസ്തുവിനെ പിടിച്ച് തള്ളിയില്ല അല്ലെങ്കിൽ വലിച്ചില്ല, എക്സ്റ്റേണൽ ഫോഴ്സ് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വസ്തു ചലനമില്ലാതെ തന്നെ ഇരിക്കും. ചലനമില്ലാതിരിക്കുമായിരുന്നെങ്കിൽ ചലനമില്ലാതെ തന്നെ ഇരിക്കും. ചലിച്ചുകൊണ്ടിരിക്കുമായിരുന്നെങ്കിൽ അത് ചലിച്ചുകൊണ്ട് തന്നെ ഇരിക്കും, പിടിച്ച് നിർത്താത്തവരെ. അല്ലെങ്കിൽ ചലനമില്ലായിരുന്നെങ്കിൽ പിടിച്ച് തള്ളാത്തവരെ അത് അങ്ങനെ തന്നെ നിൽക്കും. അതാണ് നമ്മൾ അവിടെ പഠിച്ചത്. എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലാത്തപ്പോൾ അത് ഇറ്റ് വിൽ കണ്ടിന്യൂ ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ. അതേപോലെ ഇവിടെ ഒരു കറങ്ങാത്ത സാധനം ഞാൻ പുറത്തുനിന്നും പിടിച്ച് കറക്കാത്തവരെ അത് വെറുതെ തന്നെ ഇരിക്കും. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ശ്രദ്ധിക്കുക, എക്സ്റ്റേണൽ ടോർക്ക് വിത്തൗട്ട് ആൻ എക്സ്റ്റേണൽ ടോർക്ക് ഇല്ലാത്തവരെ ഒരു വസ്തു റൊട്ടേഷണൽ മോഷനായി നോക്കുമ്പോൾ അത് യൂണിഫോം റൊട്ടേഷണൽ മോഷൻ ആയിരുന്നെങ്കിൽ, അതായത് കറങ്ങിക്കൊണ്ടിരിക്കുന്നതിൽ അത് പിടിച്ച് നിർത്താത്തവരെ അത് കറങ്ങിക്കൊണ്ട് തന്നെ ഇരിക്കും. അതല്ല വെറുതെ ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ പിടിച്ച് കറക്കാത്തവരെ അത് വെറുതെ തന്നെ ഇരിക്കും. അതാണ് നമ്മൾ, ആ പ്രോപ്പർട്ടീനാണ് നമ്മൾ ഇനർഷ്യ, മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ മാസ് ഓഫ് എ ബോഡി ആൻഡ് ദ റേഡിയസ് ഓഫ് റൊട്ടേഷൻ. ഓക്കെ, ശ്രദ്ധിക്കുക, ഈ വസ്തു കറങ്ങുവാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണ് കറങ്ങുവാണെന്നുണ്ടെങ്കിൽ ഈ വസ്തുവിൻ്റെ ടോട്ടൽ മാസ് വേണം എനിക്കിത് കാൽക്കുലേറ്റ് ചെയ്യാൻ. എന്നിട്ട് ഇത് എത്ര റേഡിയസിൽ കറങ്ങുന്നു എന്നുള്ളതും വേണം. അതെന്താണ് എന്ന് നമുക്ക് നോക്കാം. ഇഫ് എ സിസ്റ്റം ഹാസ് n പാർട്ടിക്കിൾസ് ഓഫ് മാസസ് m1 m2 എക്സെട്ര അപ് ടു mn, കുറേ മാസ് ഉണ്ട് ഒരു പർട്ടിക്കുലർ വസ്തുവിൽ, ആൻഡ് റേഡിയസ് ഇസ് r1 r2 എക്സെട്ര അപ് ടു rn. ഇതാണ് ആ വസ്തു എന്ന് വിചാരിക്കാം. ഓക്കെ, അതൊരു പർട്ടിക്കുലർ പോയിന്റിൽ വെച്ച് കറങ്ങാൻ പോവാണ്. ഇതിൽ കുറച്ച് വസ്തുക്കളുണ്ട് എന്ന് വിചാരിക്കുക ഇതിൻ്റെ അകത്ത്. ഓക്കെ, ഈ O എന്ന് പറഞ്ഞ പോയിന്റിൽ വെച്ചാണ് ഇത് കറങ്ങാൻ പോകുന്നത് വിചാരിക്കുക. അപ്പോൾ ഈ പോയിന്റിനെ ഞാൻ O എന്ന് പറയുവാണ്. ഈ O എന്ന് പറഞ്ഞ പോയിന്റിൽ വെച്ച് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അതാണ് അവസ്ഥ. ഓക്കെ, ഇതിന് ഞാൻ m1 എന്ന് പറയുവാണ്. ഇതിൻ്റെ റേഡിയസ് വെക്റ്റർ ആ ഓയിൽ നിന്നുമുള്ള ദൂരം r1 ആണ്. അതേപോലെ ഇത് m2 ആണ്, ഇതിൻ്റെ ദൂരം r2 ആണ്. ഇത് nth പാർട്ടിക്കിൾ, ഇങ്ങനെ കുറേ പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇത് nth പാർട്ടിക്കിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ള ഡിസ്റ്റൻസ് rn ആണ്, ഇവിടെ ഉള്ള മാസ് എന്ന് പറയുന്നത് mn ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ, ഈ ടോട്ടൽ സിസ്റ്റത്തിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ്. ആദ്യം നമുക്ക് ഓരോ പോയിന്റിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ആദ്യം ഈ 1 എന്ന് പറഞ്ഞ പോയിന്റ്, അതിനെ ഞാൻ I1 എന്ന് പറയും. എപ്പോഴും മൊമെന്റ് ഓഫ് ഇനർഷ്യ I കൊണ്ടായിരിക്കും പറയുന്നത്. അപ്പോൾ I1 എന്ന് പറയുന്നത് m1 r1 സ്ക്വയർ ആയിരിക്കും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞു നേരത്തെ, മാസ് ഓഫ് ദ ബോഡി അറിയണം, അതേപോലെ റേഡിയസ് ഓഫ് റൊട്ടേഷൻ അറിയണം, റേഡിയസ് ഓഫ് റൊട്ടേഷൻ്റെ സ്ക്വയർ എടുക്കണം. ഓക്കെ, അപ്പോൾ m ഇൻറ്റു r സ്ക്വയർ ആയിരിക്കണം. അപ്പോൾ I2 എങ്ങനെ വരും? m2 ഇൻറ്റു r2 സ്ക്വയർ ആയിരിക്കും. ഇതേപോലെ ഓരോ പാർട്ടിക്കിളിനെയും ഞാൻ കണ്ടുപിടിക്കും. IN എന്ന് പറയുന്നത് mn ഇൻറ്റു rn സ്ക്വയർ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് ടോട്ടൽ I കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്താൽ മതി? ഈ I1 I2 I3 ഇതിനെല്ലാം കൂടെ പിടിച്ച് ആഡ് ചെയ്താൽ മതി. എന്ന് പറഞ്ഞാൽ m1 r1 സ്ക്വയർ പ്ലസ് m2 r2 സ്ക്വയർ പ്ലസ് എക്സെട്ര അപ് ടു mn rn സ്ക്വയർ, ഇത്രയും കാര്യങ്ങളെയും പിടിച്ച് ആഡ് ചെയ്താൽ മതി. ഇതിന് ഞാൻ ചുരുക്കി എഴുതുകയാണെന്നുണ്ടെങ്കിൽ സിഗ്മ mr സ്ക്വയർ ചെയ്താൽ മതി എനിക്ക് ഇതിൻ്റെ ടോട്ടൽ ഇനർഷ്യ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഓരോ പാർട്ടിക്കിളിൻ്റെയും മാസ് എടുക്കുക, ആ മാസ് ഇൻറ്റു ആ പാർട്ടിക്കിളിൻ്റെ റേഡിയസ് ഓഫ് റൊട്ടേഷൻ എടുക്കുക, അതിൻ്റെ സ്ക്വയർ ചെയ്യുക, എന്നിട്ട് എല്ലാത്തിനെയും ആഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ഇനർഷ്യ കിട്ടുന്നതായിരിക്കും. ഇനി ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും 5 കാര്യങ്ങൾ പറയണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് 5 കാര്യങ്ങൾ? ആദ്യം അതിൻ്റെ ഡെഫിനിഷൻ പറയണം. എന്താ നമ്മളിവിടെ ഡെഫിനിഷൻ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി അല്ലേ? റൊട്ടേഷൻ മോഷൻ്റെ, ലീനിയർ മോഷൻ്റെ ഇനർഷ്യയുടെ അനലോഗസ് ആണ് ഇവിടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞു. അതേപോലെ എന്ത് പ്രോപ്പർട്ടി കൊണ്ടാണോ ഒരു ബോഡി റെസ്റ്റിൽ തുടരുന്നത് അല്ലെങ്കിൽ യൂണിഫോം മോഷനിൽ തന്നെ തുടരുന്നത്, ആ പ്രോപ്പർട്ടിയാണ് നമ്മൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറഞ്ഞു. അപ്പോൾ ഡെഫിനിഷൻ പറഞ്ഞു കഴിഞ്ഞു, എക്സ്പ്രഷൻ പറഞ്ഞു കഴിഞ്ഞു, I ഈസ് ഈക്വൽ ടു സിഗ്മ mr സ്ക്വയർ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി യൂണിറ്റ് പറയണം. യൂണിറ്റ് എന്താണ്? ശ്രദ്ധിക്കുക, എക്സ്പ്രഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് യൂണിറ്റ് പറയാൻ പറ്റും. നമുക്കറിയാം m എന്ന് പറയുന്നത് മാസ് ആണ്, അപ്പോൾ അത് കിലോഗ്രാം ആണ്. ഇൻറ്റു r സ്ക്വയർ എന്ന് പറയുന്നത്, r എന്ന് പറയുന്നത് ലെങ്ത് ആണ്, അപ്പോൾ മീറ്റർ സ്ക്വയർ. അപ്പോൾ കിലോഗ്രാം മീറ്റർ സ്ക്വയർ ആയിരിക്കും ഇതിന് യൂണിറ്റ്. യൂണിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡയമെൻഷൻ പറയാം. ഡയമെൻഷൻ പറയാൻ കിലോഗ്രാം എന്ന് പറയുന്നത് മാസ് ആണ്, അപ്പോൾ മാസ് m ഇൻറ്റു മീറ്റർ സ്ക്വയർ ലെങ്ത് ആണ്, അപ്പോൾ L സ്ക്വയർ. ഇതായിരിക്കും ഇതിൻ്റെ ഡയമെൻഷൻ. ഇനി ഇത് സ്കേലർ ആണോ വെക്ടർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു സ്കേലാർ പ്രോപ്പർട്ടി ആയിരിക്കും. കാരണം ഇനർഷ്യ ഒരു സ്കേലാർ പ്രോപ്പർട്ടി ആയിരുന്നു, അപ്പോൾ ഇതും ഒരു സ്കേലാർ പ്രോപ്പർട്ടി ആയിരിക്കും. ഓൾറൈറ്റ്, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ, ആദ്യം നമ്മൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്താണെന്ന് പറഞ്ഞു, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വെച്ച് എങ്ങനെയായിരിക്കും ചെയ്യുന്നത്, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും സെൻറ്റർ ഓഫ് മാസും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും എന്നുള്ള കാര്യം പറഞ്ഞായിരുന്നു. അതിനുശേഷം ഇക്വിലിബ്രിയം വെച്ച് ഒരു പ്രോബ്ലത്തിൽ എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്ത് അൺനോൺസ് കണ്ടുപിടിക്കാം എന്നുള്ള പ്രോബ്ലം ചെയ്തായിരുന്നു. അതിനുശേഷം നമ്മൾ മൊമെന്റ് ഓഫ് ഇനർഷ്യനെ കുറിച്ച് പറഞ്ഞായിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദയവായി കമൻസിൽ എഴുതുക, അല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ് കാണാം. താങ്ക് യു സോ മച്ച്.